ഹായ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ദുഃഖവെള്ളിയാഴ്ച പള്ളിയിലൊക്കെ പോയിട്ട് വന്നിട്ട് എടുത്തൊരു വീഡിയോ ആണ്. പിള്ളേർ ഫെലിക്സും ഞങ്ങൾ കുരിശിൻ്റെ വഴിക്ക് പോയില്ല, പിള്ളേരെയും കൂട്ടി പോയില്ല കേട്ടോ. കുറച്ച് ദൂരം നടക്കണമല്ലോ, പിള്ളേരെ എല്ലാവരും എടുത്തുകൊണ്ട് പോകാനൊക്കെ ഭയങ്കര പാടല്ലേ, അത് കാരണം ഞങ്ങളങ്ങനെ പോയില്ല. പിന്നെ ഫെലിക്സും ബിബിനും ഒക്കെ പോയിട്ട് വന്നിട്ട് അത് കഴിഞ്ഞിട്ടുള്ള ഒരു ഇതാണ് കേട്ടോ. പിള്ളേർ വീട്ടിലിരുന്ന് ബോറടിച്ചെന്ന്, അപ്പോൾ പിള്ളേരെയും കൊണ്ട് കളിപ്പിക്കുന്നതാണ്. പണ്ട് നമ്മൾ കളിച്ചുകൊണ്ടിരുന്നതാണ്, കുളം കര എന്ന് പറഞ്ഞിട്ട് അത് കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവർ എല്ലാവരും ഭയങ്കര ആക്റ്റീവായിട്ട് നിൽക്കുകയാണ്. അപ്പം ചാക്കോച്ചനൊക്കെ അതിനകത്തെ മെയിൻ ആളാണ് കളിക്കാനായിട്ട്. അവനാണ് അവൻ്റെ അപ്പനെ വിളിച്ചിട്ട് വന്നിട്ട് നമുക്ക് കുളങ്കര കളിക്കാം എന്ന് പറഞ്ഞിട്ട്. സാറാമ്മോള് പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് കുറച്ചൊരു ഇടച്ചിൽ ഒരു സ്വഭാവത്തിലാണ് കേട്ടോ. അതായത് ഇവർ ചാടുമ്പം ശരിക്കുള്ള രീതിയിലല്ല, ചാടേണ്ട രീതിയിൽ അവളങ്ങനെ ഒരു പ്രത്യേക രീതിയിൽ ഇത്തിരി വഴക്കൊക്കെ ആയിട്ട് നിൽക്കുമായിരുന്നു. അപ്പം ഇതൊക്കെ കഴിഞ്ഞ് കുറേ നേരം ഇത് കളിച്ചു. അത് കഴിഞ്ഞ് പിന്നെ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളെ അങ്ങനെ കാരണവർ വല്യപ്പന്മാരും വല്യമ്മമാരൊന്നും നമ്മളെ ഇങ്ങനെ എന്താ പറയുക ഒച്ചയിടരുത് അങ്ങനെയൊക്കെയാണല്ലോ പറയുന്നത്. പക്ഷേ അന്നൊക്കെ എന്തായിരുന്നു, ഞങ്ങളോടൊക്കെ പറയുമായിരുന്നു കേട്ടോ, അങ്ങനെ ഒച്ചയിടരുത്, കളിക്കാൻ പാടില്ല, മുറ്റടിക്കാൻ പാടില്ല, തുണി കഴുകാൻ പാടില്ല, അങ്ങനെ കട്ടിയായിട്ടുള്ള ഒന്നും ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറയുമായിരുന്നു. പക്ഷേ ഇപ്പം നമ്മുടെ കാലമൊക്കെ ആയപ്പോഴേക്കും അതിനൊരു മാറ്റം വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല. എന്താണോ പിള്ളേർ അങ്ങനെ അടങ്ങിയിരിക്കുകയല്ല, നമ്മളൊക്കെ കുറച്ചുകൂടെയൊക്കെ ഒരു അടങ്ങിയിരിക്കുമായിരുന്നു എന്ന് തോന്നുന്നു. ഇപ്പോൾ പിന്നെ പിള്ളേരൊന്നും അങ്ങനെ കുഞ്ഞു പിള്ളേരും കൂടെയാണല്ലോ, അവർക്ക് അതിൻ്റെ ഒരു സീരിയസ്നെസ് ഒന്നും അറിയില്ലല്ലോ. അപ്പോൾ പിന്നെ എന്നാൽ TV മൊബൈലും ഒന്നും വേണ്ട, എന്നാൽ വെറുതെ മണ്ണിൽ കളിച്ചോളാനൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ അവരുടെ ആ കളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ കളിയാണ് മണ്ണിലുള്ള കളി. ഇത് ഭയങ്കരമായിട്ട് ഇവർ കളിക്കും കേട്ടോ, തലയിലും മേത്തും എല്ലാം മണ്ണ് വാരിയിടും. ഇത് എന്താ പറയുക, ഞങ്ങൾ ഇങ്ങനെ കളിപ്പിക്കാൻ എനിക്കിഷ്ടമാണ് കേട്ടോ. കാരണം വേറെ അങ്ങനെ വലിയ വഴക്കും കാര്യങ്ങളും ഒന്നും ഇല്ലല്ലോ. അവർ കുറേ മണ്ണെടുക്കുന്നു, അതിങ്ങനെ വായിലിടാതെ നമ്മൾ നോക്കിയാൽ മതിയല്ലോ. കുറച്ച് മണ്ണെടുക്കുന്നു, വെള്ളം എടുത്ത് കുഴയ്ക്കുന്നു, എന്നിട്ട് ഡിസ്പോസിബിൾ ഗ്ലാസ്സിനകത്ത് ഇങ്ങനെ അപ്പം പോലെ ചുട്ട് അങ്ങനെ കളിക്കുവാണ്. അപ്പം ഞാൻ നോക്കുമ്പോൾ ശരിയാണ്, മൊബൈലൊന്നും കാണാതെ TVയും കാണാതെ പിള്ളേർ കുറച്ച് നേരം എല്ലാവരും കൂടെ കൂട്ടത്തോടെ ഇരുന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നൊരു സമയമാണല്ലോ. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു കാര്യമാണല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഫുൾ ടൈം അങ്ങനെ മണ്ണിൽ ഇറക്കി വിടും കേട്ടോ. എനിക്ക് പിള്ളേർ അകത്തിരുന്ന് വഴക്കുണ്ടാക്കുമ്പോഴത്തേക്കാണ് നമുക്കൊരു ഭയങ്കര ഇതാവുന്നു, എന്തൊരു വഴക്കാന്നൊക്കെ ഓർക്കുന്നത്. പക്ഷെ പുറത്തിറങ്ങുമ്പോൾ വഴക്കില്ലെന്നല്ല കേട്ടോ, വഴക്കുണ്ട്. പക്ഷെ എന്നാലും അവർക്ക് ഇഷ്ടമാണ്. അപ്പുക്കുട്ടനാണെങ്കിൽ അവൻ്റെ അപ്പമെന്നും പറഞ്ഞ് കൊണ്ടുത്തരിക, കേക്കാന്ന്. അവസാനം അടിയായി അവിടെ. അപ്പം മമ്മി വാവച്ചിയുടേത് അപ്പുക്കുട്ടൻ തോണ്ടി കളയുക. അപ്പോൾ വാവച്ചി കരയാൻ തുടങ്ങി. വാവച്ചിക്ക് പിന്നെ ഒരു ചെറിയ കാര്യം മതി കരയാനായിട്ട്. അപ്പോൾ മമ്മി അവളെ ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഞാൻ നോക്കുമ്പോൾ അവരുടെ കൂടെ പോയിട്ട് ചേട്ടായും കൂടെ മണ്ണപ്പം ചുട്ട് കളിക്കുക. അപ്പം ഞാൻ അതിൻ്റെ വീഡിയോയും ഞാൻ പോയി എടുത്തു കേട്ടോ. അപ്പോൾ പിള്ളേർ പരമാവധി അവർ എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇപ്പം ഞങ്ങൾക്ക് ഇവിടെയൊക്കെ ആകുമ്പോഴേ ഇത്രയും ഇങ്ങനെ മണ്ണിലിറങ്ങി കളിക്കാനൊക്കെ പറ്റുള്ളൂ. തൃശ്ശൂർ ഒരു കുറച്ചുകൂടെ ഒരു ഇതുണ്ട് കേട്ടോ, അങ്ങനെ അധികം ഇറങ്ങാമല്ലോ. ഇനി ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരങ്ങളൊക്കെ ഉള്ള കാരണം നല്ല തണലും ഒക്കെയാണ്, അങ്ങനെ വലിയ ചൂടൊന്നുമില്ല. പിന്നെ ഒരു കുഴപ്പം, ഒരു കൊതുകുണ്ട് കേട്ടോ, മഴയുണ്ട് ഇവിടെ എല്ലാ ദിവസവും, മഴക്കാലം പോലെ മഴയാണ് കേട്ടോ. ഇപ്പോൾ ഉച്ച വരെ നമുക്കങ്ങനെ പുറത്തിറങ്ങി കളിക്കാനും കാര്യങ്ങൾക്കും ഒക്കെ പറ്റുള്ളൂ. ഫെലിക്സ് കേക്കാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ഫെലിക്സാണ് അതിനേക്കാളും വലിയ ഇത്. അവർ പിള്ളേരാരെങ്കിലും അവൻ വഴക്കുണ്ടാക്കുന്നുണ്ട്. അപ്പം അപ്പുക്കുട്ടനെ അത് തോണ്ടാൻ വേണ്ടി പോവുകയാണ്. അപ്പം ഫെലിക്സ് അവനെ ഓടിച്ചു വിടുവാണ്. ഓരോരുത്തരും ഓരോരോ പാത്രവും കൊണ്ടും ഒക്കെ അവിടെ ഓരോരുത്തരുടെ ലോകത്താട്ടോ, ഓരോരുത്തർ അവരുടെ ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് അപ്പുക്കുട്ടൻ പോയിട്ട് ചാക്കോച്ചൻ്റെ പുറത്ത് കയറിയിട്ട് ആനപ്പുറത്ത് കയറുവാന്ന്. അപ്പോൾ ഈ കളികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ പിള്ളേരെ അകത്ത് കയറ്റി കേട്ടോ, മഴക്കാരൊക്കെ കയറിയപ്പോഴേക്കും. അപ്പം അത് കഴിഞ്ഞിട്ടാണ്, കട്ടിലിനെ കയറി കളിച്ച് കഴിഞ്ഞിട്ടാണ് ഇവളുടെ ഇസക്കുട്ടിയുടെ കൈ പൊട്ടുന്നത്. ബോണിന് ചെറിയ ഫ്രാക്ചർ വന്നെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട്, ഈ കളികളും കാര്യങ്ങളും കഴിഞ്ഞിട്ട് വീടിനകത്ത് കളിച്ചപ്പോഴാണ് അത് പറ്റിയത്. പിന്നെ മഴയായത് കാരണം ഞങ്ങൾ അവരെ അകത്ത് കയറ്റുകയാണ് ചെയ്തത്. മഴയെന്ന് പറഞ്ഞാൽ ഇവിടെ ഇടിയും വെട്ടും, അപ്പം ഇടിമിന്നലും ഒക്കെ ഉണ്ടാവും. അപ്പം കുറച്ച് പേടിക്കണം. അപ്പോൾ അത് കാരണം പിന്നെ മഴയും ഇടിയൊക്കെ വരുന്ന കണ്ടപ്പോഴേക്കും പിന്നെ എല്ലാവരെയും നേരത്തെ കയറ്റി. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ടാറ്റാ, ബൈ ബൈ.